ചാനൽ മേധാവികളിൽ ഒരാളായ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ സുവർണാവസരമായി കാണുകയാണ് കോൺഗ്രസും ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് റിപ്പോർട്ടർ പ്രതിനിധിയും ചാനൽ പ്രതിനിധിയായ അരുൺകുമാറും ദ്വയാർത്ഥത്തോടെ സംസാരിച്ചതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. സാധാരണ ഏതെങ്കിലും ചാനലുകൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ മറ്റു ചാനലുകൾ ഏറ്റുപിടിക്കാറില്ല. എന്നാൽ റിപ്പോർട്ടറിനെതിരായ ബാലാവകാശ കമ്മീഷന്റെ കേസ് പൊടുന്നനെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയാവുകയായിരുന്നു. ഇതോടെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ അരുൺകുമാറിനും ചാനലിനുമെതിരെ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. ഇതിനിടയിൽ KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ VT ബൽറാം അരുണിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി. അരുൺകുമാറിന്റെ മാധ്യമ പ്രവർത്തന രീതി വഷളം രീതിയാണെന്ന അഭിപ്രായമാണ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. പിന്നാലെ ഒട്ടേറെ ട്രോളുകളും വിമർശന പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ അരുണിനും റിപ്പോർട്ടറിനുമെതിരെ നിറയുകയായിരുന്നു. കോൺഗ്രസിന് പുറമെ റിപ്പോർട്ടർ ചാനലിനോട് ശത്രുതയുള്ള ആളാണ് BJP വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ. ചാനലിന്റെ ഉടമയോടാണ് ശോഭയ്ക്ക് കലിപ്പ്. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തെ സുവർണാവസരമായി കാണുകയാണ് ശോഭയും. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചാനലിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണമുണ്ടായിരുന്നു. ഇത് ശോഭ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത് ഷായെ നേരിട്ട് കണ്ടതിന് തൊട്ടു പിന്നാലെയാണ്. അരുണിനെതിരെ കേസ് എടുത്തതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് സൈബർ കോൺഗ്രസുകാരും ശോഭാനുകൂലികളും നടത്തുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള തർക്കങ്ങൾ മാസങ്ങൾ പിന്നിടുകയാണ്. ചാനൽ ആരംഭിച്ചത് മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ രൂക്ഷമായി തുറന്നടിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനലിന്റെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്തിട്ട് ഒരു മാസം പിന്നിടുകയാണ്. മുമ്പും ഒരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു. അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാപണം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത്. എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാതെ ഇരു കൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കോൺഗ്രസ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPMന്റെ പോഷക സംഘടന പോലെയാണ് ഇപ്പോഴത്തെ ചാനലിന്റെ പ്രവർത്തനം. അതായത് ബഹിഷ്കരണത്തിന് ശേഷം കോൺഗ്രസുകാർ ചാനൽ കാണാതായതോടെ പ്രേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇതോടെ മറ്റു പ്രേക്ഷകരെ തങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗിൽ ചാനലിന് ഇടിവ് സംഭവിച്ചിരുന്നു. മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത്. SDPI പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ UDFന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത്. ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത്. അപ്പോഴും രണ്ടാം സ്ഥാനത്ത് തുടരാൻ കഴിയുന്നത് റിപ്പോർട്ടർ ചാനലിന് ആശ്വാസമാണ്. ലക്ഷക്കണക്കിന് കേബിൾ വരിക്കാനുള്ള കേരള വിഷന്റെ കേബിൾ കണക്ഷൻ ഉള്ളവർ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് റിപ്പോർട്ടർ TV ആണ്. ഇത് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുവാൻ റിപ്പോർട്ടറിനെ സഹായിച്ചിട്ടുണ്ട്. കേബിൾ TV തുറക്കുമ്പോൾ തന്നെ വരുന്ന ചാനലിൽ കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ഓരോ പ്രേക്ഷകനും ചിലവഴിക്കും. ഇതാണ് ലാൻഡിംഗ് പേജ് എടുക്കുന്ന ചാനലിന് മിനിമം 15 പോയിന്റെങ്കിലും അധികമായി ലഭിക്കാൻ കാരണമാകുന്നത്. 5.5 കോടി രൂപ ചെലവഴിച്ചാണ് റിപ്പോർട്ടർ TV കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കിയത്. നിലവിൽ അരുൺകുമാറിനെതിരായ നിയമ നടപടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ചാനലിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിറയുന്നത് കടുത്ത പ്രതിഷേധ കമന്റുകളാണ്. ഏറെ ഗൗരവമുള്ള കേസാണ് അരുൺകുമാറിനും ചാനലിനുമെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ എങ്ങനെ റിപ്പോർട്ടർ അതിജീവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.